ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വയനാട്ടിലെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ എണീറ്റിട്ടതേ മോർണിംഗ് വ്യൂ ഉണ്ട്. നല്ല കിടിലൻ ആംബിയൻസാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് കോൾ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. എന്തൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതൊക്കെ പറയാം. പിന്നെ ഇപ്പം ഞങ്ങൾ വിചാരിച്ചു പൂക്കോട് ലേക്കോ അല്ലെങ്കിൽ ബാനാസുര ഡാമോ അങ്ങനെ എവിടെയെങ്കിലും കാണാൻ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ നിന്നൊരു 1 hour 2 hour ഒക്കെ ഡ്രൈവ് ഉണ്ട്. ഇപ്പം നടക്കും തോന്നുന്നില്ല. അപ്പം ഇവിടെ തന്നെ ചുറ്റിപ്പിച്ച് നിൽക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവിടുത്തെ റിസപ്ഷനിൽ പോയിട്ട് ഇവിടെ ഏതെങ്കിലും വാട്ടർഫോൾസോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിച്ചിട്ട് നോക്കിയിട്ട് പോകാം. പക്ഷേ ഇപ്പം ഈ കാണുന്ന തണുപ്പല്ല, കുറച്ച് നേരം കഴിഞ്ഞാൽ ഭയങ്കര വെയിലും ചൂടും ഒക്കെയാണ്. അതാണ് ഒരു പ്രശ്നം. അപ്പം എന്തായാലും ഡേ ബിഗിൻ. പിന്നെ ഇപ്പോൾ ഒന്ന് ഫ്രഷ്നപ്പായിട്ട് ഇപ്പോൾ ഓൾറെഡി ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കഴിച്ച് വന്നൊന്ന് കുളിച്ച് റെഡിയായിട്ട് പിന്നെ നമ്മൾ ഇന്ന് പൂൾവില്ലയിലാണ് സ്റ്റേ ചെയ്യുന്നത്. പൂൾവില്ല നമുക്ക് ഈ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് എന്തായാലും അവിടെയുള്ള ആൾക്കാർ ചെക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ടത്തേക്ക് പോവുള്ളൂ. ഓക്കെ, കാണാം. മതി. സമാധാനമായില്ലേ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കൊള്ളാം, നല്ല ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും ഡിന്നറാണെങ്കിലും എല്ലാം കിഡിലും ഫുഡാണ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് മാത്രം, വേറൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. ബാനാസുര ഡാം, പൂക്കോട് ലേക്ക് അങ്ങനെയുള്ളതെല്ലാതും ഒരു 25 kilometers പോകണം. പിന്നെ ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്നാ പറഞ്ഞത്, ചോദിച്ചു നോക്കാം അല്ലേ ഏട്ടാ? ഞങ്ങൾ പിന്നെ പൂൾവില്ലയിലോട്ട് മാറിയായിരുന്നു. അപ്പം കുളിച്ച് സെറ്റായി ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് നമ്മൾ മാറിയത്. അപ്പം നമുക്ക് ലഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് ഞങ്ങൾ തലേദിവസം തന്നെ ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ചോറില്ലായിരുന്നു. അപ്പം അവനോട് ചോറ് കിട്ടുവാണെന്നൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞപ്പം ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ചോറും ഫിഷ് ഫ്രൈ, ഫിഷ് കറി, പിന്നെ തോരൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചൂടോടുകൂടെ ഞങ്ങൾക്ക് അവർ റൂമിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഫ്രൈഡ് റൈസ് ഒരു രക്ഷയില്ല. മേ ബി എനിക്ക് ഫ്രൈഡ് റൈസിനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ട് ആയിരിക്കാം എന്നല്ല, നല്ലൊരു അടിപൊളി ഫുഡ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, എവറിത്തിങ് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല കിഡിലൻ ഫുഡാണ്. ദെൻ ഫുഡ് അടി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പൂളുണ്ടല്ലോ, നമുക്ക് സ്വന്തമായിട്ട് പൂളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പൂളിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. അത് കഴിഞ്ഞ് ഒരു ഈവനിങ് ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങളൊരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടോ? ചായ
വാ വാട്ടച്ചായ ഇപ്പോൾ സമയം ഒരു 5:45 കാണും. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതുപോലൊരു ഒരു ഏരിയ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ കയറാമെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ വരും. ഞാൻ ആദ്യം ഒന്ന് മുകളിൽ പോയി നോക്കട്ടെ. ഇതാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ. ഇതിൻ്റെ ടോപ്പ് വ്യൂ ഈ കാണുന്നതാണ്. ഏറ്റവും ടോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് കാണുന്നത്. മലകളും പിന്നെ ആ കംപ്ലീറ്റ് റിസോർട്ടിൻ്റെ ഒരു ഫുൾ വ്യൂ തന്നെ നമുക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. ഗായ്സ്, സമയം ഒരു 7:30 ആയി കാണും. അപ്പോൾ നമ്മൾ റൂമിലോട്ട് വന്നു. റൂമിൻ്റെ ഒരു ആംബിയൻസ് കിടിലനാണ്. കാണിച്ചു തരാം ഞാൻ. പിന്നെ ഞങ്ങൾ ഡിന്നർ ഓർഡർ ചെയ്തു. ചപ്പാത്തിയും ചിക്കൻ മഞ്ചൂരിയനും ആണ് ഓർഡർ ചെയ്തത്. ഡിന്നറും ലഞ്ചും എല്ലാം റൂമിൽ കൊണ്ടുതരും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളങ്ങ് കുറച്ചു നേരം അർമാദിക്കാന്ന് വിചാരിച്ചു. ലെറ്റ്സ് റോക്ക് ഗൈസ്.